ഹായ്, നമുക്കിന്ന് കീവേഡ്സിനെ കുറിച്ച് പഠിക്കാം. നമ്മുടെ സിൻടാക്സിൽ ഒരു സ്ഥാനമുള്ള വേർഡ്സാണ് കീവേഡ്സ്. അതായത് കീവേഡ്സ് ഉപയോഗിക്കുന്നതിന് ഒരു പ്രത്യേക സ്ട്രക്ചർ ഡിഫൈൻഡ് ആണ്. അതുപോലെ മാത്രമേ നമുക്ക് കീവേഡ്സ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ നേരത്തെ ഐഡൻറ്റിഫയേഴ്സിനെ കുറിച്ച് പഠിച്ചു. ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റയ്ക്കും നമ്മുടെ ഫങ്ഷനും നമ്മുടെ ക്ലാസ്സിനും ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിം കൊടുക്കുക എന്നുള്ള ഒരു ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു വേർഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഐഡൻറ്റിഫയർ കീവേഡ്സ് ആവാൻ പാടില്ല എന്നുള്ളൊരു റൂളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ കീവേഡ്സ് ആണ് പൈത്തണിൽ അവൈലബിൾ ആണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ അത് ഉപയോഗിക്കാതിരിക്കുള്ളൂ. ഇനി നമ്മൾ ഉപയോഗിച്ചാൽ പോലും പൈത്തൺ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു എറർ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കീവേഡ്സ് അറിഞ്ഞിരിക്കണം. ഏതൊക്കെ കീവേഡ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്? ഒരു കുറേ ലിസ്റ്റ് ഉണ്ട്. ഇത് എല്ലാം ഓർത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് വരുന്നത്. ഇനി ആ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നവരെ നമുക്കൊരു സിമ്പിൾ പരിപാടി നോക്കാം. നമുക്ക് കീവേഡ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പൈത്തൺ 3യുടെ ഇൻ്ററാക്റ്റീവ് ഷെല്ല് വെച്ച് തന്നെ നോക്കാം. അതിനുവേണ്ടി ടെർമിനൽ എടുത്ത് ന്യൂ ടെർമിനൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ഒരു ഈസിനെസ്സിന് വേണ്ടി ഞാനാണെങ്കിൽ മുകളിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ഇതിൽ പൈത്തൺ 3 എന്ന് ടൈപ്പ് ചെയ്യുക. പൈത്തണിൽ കുറേ കീവേഡ്സ് ഉണ്ട്. ഇത് എല്ലാം ഓർത്തിരിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആയാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫങ്ഷൻ ഉണ്ട്. അതാണ് ഹെൽപ്പ് എന്ന് പറഞ്ഞ ഫങ്ഷൻ. ഈ ഹെൽപ്പിനകത്ത് സിംഗിൾ കോഡ്സിനകത്ത് കീവേഡ്സ് എന്ന് സെർച്ച് ചെയ്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൈത്തണിൻ്റെ ലിസ്റ്റ് ഓഫ് കീവേഡ്സ് കിട്ടും. ഈ ഓരോ കീവേഡിനും അതിൻ്റേതായിട്ടുള്ള ഒരു സിൻടാക്സ് ഉണ്ട്. അതായത് അതിൻ്റേതായിട്ടുള്ളൊരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിൽ ചെയ്താൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഞാൻ 2 കീവേഡ് എടുത്ത് കാണിച്ചു തരാം. നമുക്ക് ഇപ്പോൾ ഫോൾസ് എന്ന് പറഞ്ഞ കീവേഡ്, അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കീവേഡാണ്. ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കും. നമുക്ക് ഫോൾസ് വെറുതെ ക്ലിക്ക് ചെയ്യാം, ഫോൾസ് വെറുതെ നമുക്ക് ടൈപ്പ് ചെയ്യാം. പക്ഷേ ഇതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാത്തൊരു കീവേഡാണ് ആൻഡ് എന്നുള്ളത്. നമ്മുടെ ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് ആൻഡ് എന്നുള്ളത്. ഈ ആൻഡ് ലെഫ്റ്റിലും റൈറ്റിലും ആൻഡിന് ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ആ ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ആവാം, ഫ്ലോട്ട് ആവാം, ഇപ്പോൾ സ്ട്രിങ് ആവാം, എല്ലാം അതിൻ്റെ ലോജിക്കൽ സെൻസിൽ മാത്രമേ ആൻഡ് എടുക്കുകയുള്ളൂ. പക്ഷെ അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഓരോ വാല്യൂ ഉണ്ടാവണം. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ട്രൂ ആൻഡ് ഫോൾസ് എന്നുള്ളതാണ്. എനിക്ക് വെറും ട്രൂ ആൻഡ് എന്ന് പോലും എഴുതാൻ പറ്റില്ല. അപ്പോഴും സിൻടാക്സ് ട്രൂ ആൻഡ് ഫോൾസ് എന്ന് തന്നെ എഴുതണം. ഇനി ഇത് നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നത്? ഈ ഒരു ഒറ്റ കീവേഡ് പോലും നമുക്ക് ഐഡൻറ്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഐഡൻറ്റിഫയർ ആയിട്ട് ഉപയോഗിക്കുന്ന ആ നെയിം ഒരിക്കലും ഈ കീവേഡിൻ്റെ നെയിമായിട്ട് വരാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ആൻഡ് ഈക്വൽ ടു 1 എന്ന് എനിക്ക് എഴുതാൻ പറ്റില്ല. അവിടെ സിൻടാക്സ് എറർ വരും. അത് ഏതിനാണെങ്കിലും അങ്ങനെ വരും. സോ നമുക്കതെപ്പോഴും അവോയ്ഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ കീവേഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം അറിയേണ്ടത് അത് നമ്മുടെ സിൻടാക്സിൻ്റെ ഭാഗം തന്നെയാണ്. 2, ഐഡൻറ്റിഫയേഴ്സിന് ആ നെയിം ഉണ്ടാകാൻ പാടില്ല. 3, അതിന് ഓരോ കീവേഡിനും അതിൻ്റേതായിട്ടുള്ള സ്ട്രക്ചറുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്താലേ വർക്ക് ചെയ്യത്തുള്ളൂ. കീവേഡ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റാണ്. പൈത്തൺ റണ്ണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും റൺ ചെയ്യുമ്പം അതിൻ്റെ സിൻടാക്സിൻ്റെ പാർട്ട് തന്നെയാണ് കീവേഡ് എന്ന് പറയുന്നത്. ഈ കീവേഡ്സിലെ ഓരോ വേർഡും ശരിക്കും പറഞ്ഞാൽ ഒരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ ഓരോ കീവേഡ്സ് പരിചയപ്പെടും. അപ്പോൾ ഇനി അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.